ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സനിത എഴുതിയിരിക്കുന്ന ഒരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് സനിത. എനിക്ക് 45 വയസ്സുണ്ട്. 2 കുട്ടികളുമുണ്ട്. ഹസ്ബൻഡ് മറ്റൊരു ജില്ലയിൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്കിലും രാവിലെ പോയിട്ട് വൈകിട്ട് ഒത്തിരി താമസിച്ചാണ് വരുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ സ്നേഹബന്ധങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെന്നും പറയാം. കാരണം ഒരു പ്രത്യേക രീതിയിലുള്ള മെക്കാനിക്കൽ ലൈഫാണ് എൻ്റെ ഭർത്താവിൻ്റേത്. വഴക്കുണ്ടാക്കാനൊന്നും വരില്ല. എങ്കിലും എന്നോടോ കുട്ടികളോടൊന്നും അമിതമായൊരു സ്നേഹമോ അങ്ങനൊന്നും കാണിക്കില്ല. പണമൊക്കെ തരും. പക്ഷേ പുള്ളിയുടെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്, ഞങ്ങൾ വേറെ ലോകത്തും എന്നുള്ള രീതിയിലാണ്. നല്ല ജോളി ലൈഫ് എക്സ്പെക്റ്റ് ചെയ്ത് വന്ന് എനിക്ക് കിട്ടിയത് വേറെന്തോ ആണ്. അതുമായൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ. എൻ്റെ മൂത്ത മകൾ ഈ ഇടയ്ക്കാണ് കല്യാണം കഴിഞ്ഞത്. എന്ന് വെച്ചാൽ ഏകദേശം 1 വർഷമായി. പക്ഷേ ഇളയ മകൻ വളരെ ചെറുതാണ്. അവൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്താണ് ഇത്ര ഗ്യാപ്പ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭർത്താവിനെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ അടുത്തൊരു കുട്ടി ഉണ്ടാകാൻ. അങ്ങനെ ഞാനൊത്തിരി നിർബന്ധിച്ചു. നാട്ടുകാരെന്നെ ഓരോന്നൊക്കെ പറയുന്നു. എനിക്ക് ഭർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ന് വരെ ചോദിച്ചവരുണ്ട്. എന്തായാലും 2 കുട്ടികൾ വേണമെന്നുള്ളത് നാട്ടുനടപ്പാണ്. ഞാൻ ഒത്തിരി അപേക്ഷിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് ബാങ്കിലെ ജോലിയാണ്, സ്ട്രെസ്സാണ്, ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ലെന്ന് എനിക്കറിയില്ലേ, ആദ്യത്തെ കുട്ടി ഉണ്ടായത് തന്നെ മഹാഭാഗ്യമെന്ന് കരുതൂ എന്നൊക്കെ പറഞ്ഞു. ശരി, അത്താഴമോ ഇല്ല. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന എനിക്ക് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുള്ള പ്രഷർ താങ്ങാൻ വയ്യായിരുന്നു. അങ്ങനെ ഞാൻ വഴക്കിട്ടു. പറ്റില്ല, എനിക്ക് 2ാമതൊരു കുട്ടി വേണം, നിങ്ങൾ സമയം കണ്ടെത്തണം. അങ്ങനെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് മാഡം 2ാമതൊരു കുട്ടി ഉണ്ടായത്. അപ്പോൾ എൻ്റെ ഗതികേട് മാഡത്തിന് ഏകദേശം മനസ്സിലായില്ലേ? ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് സ്വാഹ എന്നുള്ള രീതിയിൽ ജീവിക്കുന്നൊരു സ്ത്രീയാണ് ഞാൻ. പക്ഷേ കുലീനത്വവും സദാചാരബോധവും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ബലൂൺ പോലെയാണ്, പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിച്ചു. വീട്ടുകാരെ നാട്ടുകാരെ എത്ര പേരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും? അങ്ങനൊരവസ്ഥ എനിക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ മൂത്ത മകൾ ഉണ്ടായി മാഡം. അപ്പോൾ അവൾ വളർന്നു വന്നപ്പോൾ അതീവ സുന്ദരിയാണ്, സ്മാർട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത്തിരി ഓവർ സ്മാർട്ടാണ്. ആമ്പിള്ളേരെ മട്ടൊക്കെ ചുറ്റിയൊക്കെ നടക്കും. ഇതൊക്കെ കാണുമ്പം എനിക്കങ്ങ് ആദ്യമാണ്. ഞാൻ പറയും, മനുഷ്യ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ആ പെങ്കൊച്ചിനെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങേര് പറയും ഇപ്പോഴത്തെ കാലമല്ലേ, പിള്ളേർ തനിയെ ശ്രദ്ധിച്ചോളൂ എന്ന് പറയും. ഇങ്ങനെ ഞാൻ പല സമയത്ത് അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തില്ലേ മാഡം, ഇവൾ കോളേജിൽ നിന്ന് കൂടെ പഠിക്കുന്നൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു അവളുടെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അമ്മ 1 മാസത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്, അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇവൾക്ക് ഹോസ്റ്റലൊക്കെ നിൽക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. എൻ്റെ മോളുടെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയല്ലേ, ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരായാലും സഹായിക്കില്ലേ? എനിക്കങ്ങനെ തോന്നി. എൻ്റെ ഭർത്താവിന് പിന്നെ അഭിപ്രായമില്ല, ഇതൊക്കെ കേട്ടെങ്കിലല്ലേ ഉള്ളൂ. അങ്ങനെ തിരക്കാണ്. അങ്ങനെ ആ പെൺകുട്ടിയും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കാൻ പോയി മാഡം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മരം കയറി നടക്കുന്ന എൻ്റെ മോള് അവിടെ ആണിനെ പോലെയാണ് പെരുമാറുന്നത്. ആ പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ മോള് പറഞ്ഞതൊക്കെ കേൾക്കുന്നു, അനുസരിക്കുന്നു, ഒരു പ്രണയിനിയെ പോലെ പെരുമാറുന്നു. ഞാൻ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എൻ്റെ മോളാണെങ്കിൽ പോയി പോപ്പോ അടിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി ഇത് വശപ്പശ കാണാം. ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ ഒരു ദിവസം രാത്രി ഞാൻ പറഞ്ഞു, ഈ പെണ്ണും നമ്മളുടെ മോളും ഇവരുടെ ചെയ്തികളൊന്നും ഒട്ടും ശരിയില്ല ചേട്ടാ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് ഹാലിളകി. ആഹാ, അവളുമാരെ ഞാൻ ഇന്ന് ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, മോളെ വിളിച്ചിരുത്തി എന്താണെന്ന് ചോദിക്കണം. എന്തായാലും രാത്രി തന്നെ അവളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ അച്ഛൻ അവളോട് ചോദിച്ചു. ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറി. ഞാൻ തർക്കിച്ചു, എടി ഞാൻ കണ്ടതാണല്ലോ, ആ പെൺകുട്ടി വീട്ടിൽ താമസിക്കുകയാണ്. എന്തായാലും അവളെ വിളിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, നീ തന്നെ സത്യം പറഞ്ഞു, എന്തിനാണ് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മകൾ പറഞ്ഞു അവൾക്ക് ഇത്തരം താല്പര്യങ്ങളുണ്ടെന്ന്. അത് കേട്ടതോടുകൂടി ഞങ്ങൾ 2 പേരും ഞെട്ടിപ്പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനും ഭർത്താവും കൂടെ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ദീർഘനേരം സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് ആവലാതി പറയുകയും ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് നിർത്തിയേ പറ്റുകയുള്ളൂ. നിനക്ക് ആണുങ്ങളോട് വല്ല ഇഷ്ടമുണ്ടോയെന്ന്. അതും ഉണ്ടെന്ന് പറഞ്ഞു. ആ കൊള്ളാം, അടിപൊളി.
ആ പെൺകുട്ടിയെ എത്രയും വേഗം പറഞ്ഞു വിടണമെന്നും ഇത് ഇവിടെ നടക്കില്ലെന്ന് ഹസ്ബൻഡ് തന്നെ പറഞ്ഞു. എന്തായാലും 2 ദിവസങ്ങൾക്കുള്ളിൽ ആ പെൺകുട്ടിയെ അവൾ തിരിച്ചു വിട്ടു. അതോടുകൂടി ഞങ്ങൾക്ക് വലിയ സംശയമായി. ഇവള് പറയുന്നത് ഉള്ളതാണോ കള്ളത്തരമാണോ? ഇനി ആണുങ്ങളോട് വലിയ താല്പര്യം ഉണ്ടോ? ഇനി ഇതുങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒളിച്ചോട്ടം പോലെ നടത്തി മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വലിയ പ്രശ്നമാകുമോ? ആ കൂടി ടെൻഷനായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, സൈക്കോളജി ഒക്കെ പഠിച്ചതാണ്. അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോൾ ഇതൊക്കെ നോർമലാണ്, വളരുന്ന പ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില ഇൻഫാക്ച്വേഷൻസ് ഉണ്ടാകും, അതൊന്നും നീ കാര്യമാക്കേണ്ട കാര്യമില്ല. അവൾക്ക് ആണുങ്ങളെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഭാവിയിൽ അവളൊരു ആണിനെ തന്നെ കല്യാണം കഴിക്കും. നീ അധികം വഴക്കൊന്നും പറയാതെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തിനാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ കാര്യത്തിനോ എന്ന് വെച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയല്ല, അവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അത് കഴിഞ്ഞിട്ട് വിവാഹ ജീവിതത്തിന് അവളെ പ്രിപ്പയർ ആക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിന് വലിയ പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിന് ടെൻഷനും ആദ്യമൊക്കെ കയറി. ഒന്നാമത്തെ ബാങ്കിൽ വലിയ ടെൻഷനാണ്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ ശാന്തമായിരുന്ന കുളമായിരുന്നു, അതിനകത്ത് ആരോ കല്ലിട്ട് കലക്കിയത് പോലെ കാര്യങ്ങൾ. എന്തായാലും അവൾക്ക് അച്ഛനെ കുറച്ച് പേടിയുണ്ട്, അതുകൊണ്ട് പിന്നീട് ആ പെണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ടൊന്നും വന്നില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. PG ഫസ്റ്റ് ഇയർ ആയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവളുടെ കല്യാണം നമുക്ക് ഉടനെ നടത്തണം, നല്ലൊരു ചെക്കനെ തന്നെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ സൗന്ദര്യമുള്ള ചെക്കന്മാരെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് മനമാറ്റം വരും, അപ്പോൾ ഇത്തരം സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും പിന്നെ കല്യാണത്തിന് തയ്യാറാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഭർത്താവിൻ്റെ ട്രിക്കല്ലേ, ഞാനിനി നിരസിച്ചെന്ന് വേണ്ട. അപ്പം ഞാനും ഓക്കെ പറഞ്ഞു. ഇത്ര ചെറിയ പ്രായത്തിലൊന്നും ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കില്ല, എങ്കിലും വിവാഹപ്രായമായല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വെച്ച് ചെക്കന്മാർ വന്ന് അവളെ കാണട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവളോട് പറഞ്ഞു. പക്ഷെ അവൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. ആ വരട്ടെ, ഞാൻ കാണട്ടെ, കൊള്ളാമെങ്കിൽ ഞാൻ കെട്ടാം എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും കുറേ നാളുകൾ കൊണ്ട് 5-6 ചെക്കന്മാർ കാണാൻ വന്നു. അവസാനം വന്ന ചെക്കൻ അവൻ കോഴ്സ് കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവന് പെണ്ണിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെക്കനാണെങ്കിൽ നല്ല ജോലിയുണ്ട്, അതീവ സുന്ദരൻ. ഏതൊരു പെണ്ണ് കണ്ടാലും ഇവൻ മതി എന്നെ ഭർത്താവെന്ന് പറയും, അത്രയ്ക്ക് സുന്ദരനാണ്. എന്തായാലും അവൻ സുന്ദരനായതുകൊണ്ടാണോ ജോലി ഉള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെ മോൾക്കും ഒത്തിരി ഇഷ്ടമായി. ഇവര് കുറച്ചു നാളൊന്ന് സംസാരിക്കട്ടെ, ഇവളുടെ മനോഭാവം എപ്പോഴാണ് മാറുന്നതെന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കല്യാണം എന്നുള്ള കാര്യം പറഞ്ഞത്. എന്തായാലും കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു ആ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പുള്ളി പറഞ്ഞു എന്നെ എവിടെ വേണമെങ്കിലും പഠിക്കാൻ വിടാം, എത്ര വേണമെങ്കിലും പഠിച്ചോളാൻ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓർത്തു നല്ല കാര്യം, രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ. എങ്കിലും ഞാൻ അവളോട് ചോദിച്ചു മറ്റേ പെണ്ണ് എന്തിയടി, എന്തെങ്കിലും ബന്ധം നിങ്ങൾ തമ്മിലുണ്ടോ? ആ എൻ്റെ കൂടെ ഉണ്ട്, അങ്ങനൊന്നുമില്ല, ഞാൻ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റിലാക്കി. പിന്നെ അവൾക്ക് വേറൊരു ചെറുക്കനെ വീട്ടുകാർ കണ്ടുവച്ചിട്ടുണ്ട്, അതുകൊണ്ട് അമ്മ പേടിക്കേണ്ട കാര്യമില്ല, അവൾ ഉടനെ കല്യാണം കഴിഞ്ഞു പോകുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. പക്ഷേ അവളെ വിശ്വസിക്കാൻ പറ്റില്ല, ഇവള് വലിയൊരു കള്ളിയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. എന്തായാലും ഇവളുടെ കാര്യം കൊണ്ട് ഹസ്ബൻഡ് എന്നോട് സംസാരിക്കുന്നെങ്കിലുമുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നുമില്ല, അവിടെ സ്വാഹയാണേ. അങ്ങനെയാണ് മാഡം ഏകദേശം 1 വർഷത്തിന് മുമ്പ് ഇവളുടെ കല്യാണം ആർഭാടമായി നടന്നത്. അത് കഴിഞ്ഞിട്ടും പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. കുട്ടികളൊന്നും അവർക്ക് ഇപ്പോഴേ വേണ്ട, അതൊക്കെ നല്ല കാര്യം. ശാന്തവും സുന്ദരവുമായി ഈ വിവാഹ ജീവിതം മുന്നോട്ട് പോകുമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം ഞാനും ഭർത്താവും കൂടി ടൗണിൽ പോകുകയായിരുന്നു. മോനെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അവിടുത്തെ വലിയൊരു മാളിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. മോളും ഭർത്താവും അവിടെ വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട്. ഇന്ന് അവർ വരില്ലെന്നാണ് തോന്നുന്നത്, ഞങ്ങൾ വിളിച്ചതുമില്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴുണ്ട് മാഡം, മാളിൻ്റെ എൻട്രൻസിൽ തന്നെ എൻ്റെ മരുമകനും മോളും പിന്നെ എൻ്റെ മോളുടെ കൂട്ടുകാരില്ലേ മറ്റേ ഇവിടെ വന്ന് താമസിച്ച പെണ്ണ, ആ പെണ്ണും കൂടെ നിൽക്കുന്നു. 3 പേരും കൂടെ ആടിക്കുഴഞ്ഞ് ചിരിക്കുന്നു, ഭയങ്കര ചിരി. ഞങ്ങളെ കണ്ടില്ല. ഞാൻ ഭർത്താവിനെ ചൂണ്ടിക്കാണിച്ചു, കണ്ടോ ഇതെന്താ ഈ നടക്കുന്നത്, ഇവളുമായിട്ടുള്ള ബന്ധമെല്ലാം തീർന്നല്ലേ ഇവള് പറഞ്ഞത്. ഇപ്പം ദേ അവള് ആ പെണ്ണിനെ ഇവനെ പരിചയപ്പെടുത്തിയിട്ട് 3 പേരും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അടുത്ത സ്ഥലത്ത് ഇവളെ കിട്ടിച്ചത് കൊണ്ട് ഇവളുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. കണ്ണത്ത ദൂരത്തായിരുന്നെങ്കിൽ ഇവളെന്താ കാണിക്കുന്നതെന്ന് ആർക്കറിയാം.
എൻ്റെ മോളുടെ കള്ളത്തരത്തിന് യാതൊരു കുറവുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഒന്ന് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു അവളുടെ കൂട്ടുകാരിയെ ഇവിടെ വെച്ച് കണ്ടതാണ്, ഹസ്ബൻഡിന് പരിചയപ്പെടുത്തി കൊടുത്താണെന്ന്. അത് വിശ്വസിക്കാൻ പറ്റിയ പാകത്തിലല്ലായിരുന്നു അവിടുത്തെ സംസാരം. എല്ലാവർക്കും മുൻപേ അറിയാവുന്ന പോലെയായിരുന്നു. അവനും ഒരു പരിങ്ങളുള്ളതുപോലെ എനിക്ക് തോന്നി. ഇനി ഇവനിതൊക്കെ അറിയാമോ? ഇവള് പറഞ്ഞു കാണുമോ? ഇപ്പോഴത്തെ മോഡേൺ പിള്ളേരാണ്. എൻ്റെ ഹസ്ബൻഡ് പക്ഷേ കൂളായിരുന്നു. പുള്ളി പറഞ്ഞു സാരമില്ല, അവളുടെ കല്യാണം കഴിഞ്ഞല്ലോ, അവളുടെ ഭർത്താവിന് കാര്യങ്ങൾ നോക്കിക്കോളും, ഇനി 2 പേരും കൂടോ 3 പേരും കൂടോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾക്കിതൊക്കെ എങ്ങനെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നു? പിന്നെ ഞാനെന്ത് ചെയ്യണം? ടെൻഷൻ അടിക്കണോ? ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മോൾ എന്താണ് നിങ്ങളുടെ എനിക്ക് തോന്നിപ്പോയി. ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് ആരും താല്പര്യമില്ല. എന്തെങ്കിലും പറയാൻ പറ്റുമോ? നല്ല ഇൻട്രസ്റ്റ് കാണുമായിരിക്കും, അതുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലായി. അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്തായാലും മറ്റേ പെൺകുട്ടി ഞാൻ പോവുക ആൻറ്റി, ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണേ എന്നൊക്കെ പറഞ്ഞ് കുണിങ്ങി പോയി. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം. ഹസ്ബൻഡിനെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ കയറി പർച്ചേസ് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ മോളും എൻ്റെ അടുത്ത് വന്നെന്ന് ഓരോ സാധനങ്ങൾ പറക്കിടാൻ തുടങ്ങി. ഞാനിപ്പോൾ ചോദിച്ചു എടി എന്താ അവിടെ? നിങ്ങൾ 2 പേരും കൂടെ എങ്ങനെ കണ്ടതാ? അത് യാദൃച്ഛികമായി കണ്ടതാണ്. അവളുടെ കല്യാണം ഉടനെ നടക്കും. കൊള്ളാം, അവളുടെ കല്യാണം വർഷങ്ങളായിട്ട് അങ്ങ് നടക്കുകയാണല്ലോ, ഇതുവരെ നടന്നില്ലേ? ഏത് ചെക്കനെ അവളെ കിട്ടുന്നത് എന്ന് ചോദിച്ചു. അമ്മയ്ക്ക് അങ്ങ് സംശയമാണ്. അങ്ങനെയൊന്നുമില്ല, എൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി, അത്രയേ ഉള്ളൂ. അദ്ദേഹം പിന്നീട് ശുദ്ധഗതിക്കാരനായോണ്ട് അങ്ങ് സംസാരിച്ചു. അതിനമ്മ ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും മെനഞ്ഞെടുക്കേണ്ട കാര്യമില്ല. നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് നല്ലവനാണല്ലോ, അവനെ ഒരിക്കലും പറ്റിക്കരുത്, അവന് തലവേദന ഉണ്ടാക്കരുത്, അത് നീ ആദ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറയുകയാണ് എൻ്റെ ഭർത്താവിനെ എന്നെ മനസ്സിലാക്കാനുള്ള വിവരമുണ്ട്, നിങ്ങളുടെ ഭർത്താവിനെ പോലെയല്ല. നിങ്ങൾ 2 പേരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി ഭർത്താവിന് കാലിൽ പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. മാഡം, എനിക്കും ഭർത്താവിന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അതെങ്ങനെ ഇവളറിഞ്ഞു? എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. നിന്നോടിത് ആര് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അച്ഛൻ ഫ്രണ്ട്സിനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ 2 വർഷത്തിന് മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി മാത്രം മതിയെന്നായിരുന്നു എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. 2ാമത് കുട്ടിയൊന്നും വേണ്ട, അതൊക്കെ തലവേദനയാണ്. പക്ഷേ അമ്മ കാല് പിടിച്ചത്രേ. കാല് പിടിച്ച് കഴിഞ്ഞതിൽ പിന്നാണ് അച്ഛൻ സമ്മതിച്ചെന്നും അച്ഛന് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല, അമ്മയ്ക്ക് പക്ഷേ അനാവശ്യ ഇൻട്രസ്റ്റ് ആണെന്നും അന്നമ്മ ശല്യപ്പെടുത്തുകയായിരുന്നെന്നും പിന്നീട് ഒത്തിരി നോ പറഞ്ഞ ശേഷമാണ് ഇപ്പോൾ അടങ്ങി നിൽക്കുന്നതെന്നും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടമ്മയെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ട് ഞാൻ തകർന്ന് തരിപ്പണമായി. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഒരു ഭർത്താവും മറ്റുള്ളവരോട് ഇങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും ഇങ്ങേരുടെ ഭാര്യയായി ജീവിച്ചത് ഒരു ദുരന്തമാണെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി മാഡം. പക്ഷേ വഴക്കുണ്ടാക്കാൻ എനിക്ക് വയ്യ. കാര്യം ഇത്രയും സഹിച്ചല്ലോ, ഇനിയും സഹിച്ചല്ലേ പറ്റൂ. കുട്ടികളുണ്ടായിപ്പോയില്ലേ എന്ന് ഞാൻ വിചാരിച്ചു. മോളോടും എനിക്ക് ഒരു മറുപടിയും പറയാൻ തോന്നിയില്ല. അവൾ കേട്ട കാര്യം അവൾ പറഞ്ഞു. അവൾക്ക് എന്നെക്കുറിച്ച് എന്ത് ഇംപ്രഷനാകും മനസ്സിലുള്ളത് എനിക്കറിയില്ല. ഭർത്താവിനോട് ചോദിച്ചിട്ട് യാതൊരു ഗുണമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടും മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ഞാൻ മൗനം പാലിച്ചു. ഒരു ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ഹൗസ് വാമിങ്ങിന് പോകാനിറങ്ങി. ശരിക്കും പറഞ്ഞാൽ അവൾക്കും ഭർത്താവിനും ക്ഷണമുണ്ടായിരുന്ന വീടാണ്. ഞാൻ അവളെ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അവൻ ഇന്ന് ഇത്തിരി താമസിച്ചേ വരികയുള്ളൂ, അതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ പോയേക്കാന്ന് വിചാരിച്ചു. അവൾ എന്നോട് ചോദിച്ചു അമ്മേ നിങ്ങളവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമോയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും വഴിയിൽ കമ്പിളി നാരകം വിൽക്കുന്നത് കണ്ടു. എൻ്റെ മോൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ പറമ്പിൽ പണ്ടുണ്ടായിരുന്നു. അത് വെട്ടിക്കളഞ്ഞ ശേഷം അവൾ എപ്പോഴും പറയും അത് മിസ് ചെയ്യുന്നു എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എടി നമുക്കിത് 2-3 വാങ്ങിച്ചിട്ട് സർപ്രൈസായിട്ട് അവളുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന്. ഞാനും ഓർത്തു അത് ഓക്കെ ആണല്ലോ എന്ന്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയും അമ്മായിപ്പനും ആ വീട്ടിലില്ല. അവൻ്റെ ഒരു പെങ്ങളുണ്ട് എറണാകുളത്ത്, അവരുടെ വീട്ടിൽ പോയതാണത്രേ. അവിടെയുള്ളത് അവരുടെ ഹസ്ബൻഡും അവളും പിന്നെ മറ്റേ പെൺകുട്ടിയും. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇവളാണ് പറഞ്ഞത് ഭർത്താവ് എപ്പോഴെങ്കിലും വരികയില്ല, അവനൊത്തിരി ലേറ്റ് ആകും, ഇങ്ങനെയൊക്കെ പറഞ്ഞവളാണ് ഇപ്പോൾ നിന്ന് ഞെട്ടുന്നത്. പിന്നെ അവനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു. സർപ്രൈസ് ആണല്ലോ എന്ന്. പക്ഷേ മറ്റേ പെൺകുട്ടിക്കും നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് ചോദിച്ചു എന്താടി നടക്കുന്നത്, സത്യം പറ, ആ പെൺകുട്ടി ഇവിടെയാണോ താമസിക്കുന്നതെന്ന്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതുമാത്രമല്ല അവൾ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ്, അമ്മയുടെയോ അച്ഛൻ്റെ വീട്ടിലല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നീ എല്ലാം കുളമാക്കുമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്
ആ കുളമായെങ്കിൽ അത് പിന്നീട് കടലായിക്കോളും. അമ്മ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അമ്മ നമ്മുടെ ഭർത്താവിനെ ഒന്ന് നേരെയാക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ ചോദ്യങ്ങളുടെ മുന്നിൽ ഒടിച്ചു മാഡം. ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ഹസ്ബൻഡും ഒന്നും പ്രതികരിക്കാതെ ഇങ്ങിപ്പോന്നു. എന്ത് ചെയ്യാനാണ്, ഇതിപ്പോൾ അവർ കല്യാണം കഴിഞ്ഞതല്ലേ, നമ്മൾ പുറകെ നടന്നിട്ട് കാര്യമില്ലോ എന്ന് ഞാനും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മരുമകൻ മാത്രമായിട്ട് വീട്ടിൽ വന്നു. അവളുടെ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനാണെങ്കിൽ ട്യൂഷന് പോയിരിക്കുകയാണ്. കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവളുടെ കൂട്ടുകാരെ ഒന്ന് സൂക്ഷിച്ചോണം, അവർ രണ്ടുപേരും കൊണ്ടുള്ള കൂട്ടുകെട്ട് ശരിയല്ല. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആ പെൺകുട്ടിയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന്. അപ്പോൾ മരുമകൻ എന്നെ നോക്കി ചിരിച്ചു. എന്താണ് നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ മറ്റ് പെൺകുട്ടികളെ കുറ്റം പറഞ്ഞതിന് മുമ്പ് അമ്മയുടെ മോളെ ആദ്യം കുറ്റം പറയണം. ഞാൻ പറഞ്ഞു, 2 പേരെയാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അപ്പോൾ അവൻ പിന്നെയും ചിരിച്ചു. നീ എന്താണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, അമ്മേ എനിക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാം. അത് കേട്ട് ഞാൻ ഒന്ന് ഞെട്ടിയെങ്കിലും ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്. കാര്യം ഞങ്ങൾക്കൊരു ടെൻഷൻ ഇതൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്നുള്ളായിരുന്നു. ഇപ്പം നിനക്ക് തന്നെ ആക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മരുമകൻ എന്നോട് പറയാണ്, അമ്മേ എല്ലാ മനുഷ്യർക്കും ഓരോ ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ച ചെയ്ത് ഭാര്യയും ഭർത്താവും മുന്നോട്ട് പോയി കഴിഞ്ഞാലേ ഒരു പ്രശ്നമില്ല. അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങളെന്ന്. ഞാൻ പറഞ്ഞു, അത് ശരിയാണ്, നീ പറഞ്ഞത് കറക്റ്റാണ്. എനിക്കിനി ഒന്നും പറയാനില്ല. എൻ്റെ ഭാര്യ എപ്പോഴും എന്നോട് പറയും, എൻ്റെ അമ്മയെപ്പോലെ ആകരുത് ജീവിതമെന്ന്. അത് കേട്ട് ഞാനൊന്ന് ഭയന്നു. അവൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കാണുമെന്ന്. അവൻ തന്നെ എന്നെ കണ്ടിട്ട് ചിരിച്ചു പറഞ്ഞു, അമ്മ ഇപ്പം ഞെട്ടിക്കാണും. അവൾ എന്നോട് വള്ളിപ്പുള്ളി വിടാതെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ കൊഞ്ചിയതും കെഞ്ചിയതും എല്ലാം പറഞ്ഞു. എനിക്ക് പിന്നെ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. എൻ്റെ മോള് എന്നോട് ചെയ്തത് വലിയൊരു ചതിയായല്ലോ. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ അവൻ എന്നോട് പറഞ്ഞു. അത് പിന്നെ അമ്മേ, അവർ തമ്മിലുള്ള ബന്ധം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനതിൽ കൂടുതൽ അങ്ങോട്ട് ബലം പിടിക്കാൻ പോയില്ല. കാര്യം അമ്മയുടെ മോൾക്ക് ആണുങ്ങളോട് നല്ല രീതിയിൽ നിൽക്കാൻ അറിയാം. പക്ഷേ മറ്റു പെൺകുട്ടിക്ക് വിവാഹമൊന്നും താല്പര്യമില്ല. അവൾ കംപ്ലീറ്റ്ലി വിവാഹ വിരോധിയാണ്. അപ്പോൾ പിന്നെ അവരുടെ ബന്ധം ഒരു വഴിക്ക് പലപ്പോഴുമൊക്കെ ഞങ്ങളുടെ ദാമ്പത്യത്തെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഇതൊക്കെ കൊണ്ട് എന്ത് ഗുണമാ മോനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെയും ചിരിച്ചോട് പറഞ്ഞു, അമ്മേ ഇതുകൊണ്ട് ഗുണമേ ഉള്ളൂ. അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവൾ എന്നെ കൺട്രോൾ ചെയ്യാൻ വരാറില്ല. എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ പാറി പറന്ന് നടക്കാം. താമസിച്ചു വന്നാലും അവൾ ചോദിക്കില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കിടയിൽ നല്ല ക്ലിയറാണ്. അവൾ എപ്പോഴും പറയും, അണ്ടർസ്റ്റാൻഡിങ് വേണം, അമ്മയും അച്ഛനെ പോലെ ആകരുതെന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്കും ചില പ്രശ്നങ്ങളുണ്ട്. എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, എനിക്ക് ശരിക്കുമില്ലേ അമ്മയുടെ പ്രായമുള്ള അമ്മയുടെ രൂപഭാവമുള്ള സ്ത്രീകളോടാണ് വളരെ ചെറുപ്പത്തിലെ തൊട്ട് താല്പര്യം. പക്ഷേ എന്ത് ചെയ്യാനാണ്, അങ്ങനെ ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും, എന്നാലും നാട്ടുനടപ്പല്ല. അതുകൊണ്ട് എൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നൊരു ഭാര്യ, ഭാര്യയുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നൊരു ഭർത്താവ്. അപ്പം ഞങ്ങൾക്കിടയിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല വേഷം മുന്നോട്ട് പോകാമേ. ഇതാണ് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിയുകയോ തെറ്റിപ്പിരിയുകയോ ഒന്നും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും സമയത്ത് നടന്നോളും. അമ്മ ടെൻഷൻ അടിക്കേ വേണ്ട. ഞാൻ ഒന്ന് ചോദിക്കട്ടെ അമ്മേ, എന്താടാ? അല്ല, ഈ അമ്മയും അച്ഛനും തമ്മിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കഥകൾ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അമ്മ യഥാർത്ഥത്തിൽ പറയണം എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നു. ഞാൻ ഇത്തിരി കഴിഞ്ഞ് അവനോട് പറഞ്ഞു, അവൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ശരിയാണ് മോനെ, എന്ത് ചെയ്യാനാണ്, ജീവിതം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ. നിങ്ങളെപ്പോലെ അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല എന്ന് പറഞ്ഞു. അമ്മേ, കഴിഞ്ഞ ദിവസം അമ്മയുടെ മോള് എന്നോടൊരു കാര്യം പറഞ്ഞു. അത് കേട്ടാൽ അമ്മ എന്നെ ഒന്നും പറയരുത്. ഇത്രയൊക്കെ നീ പറഞ്ഞില്ലേ, ഇനി പറഞ്ഞതിന് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, അമ്മയും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പായിരിക്കും നല്ലത്. അമ്മ വെറുതെ ഇരിക്കല്ലേ, അമ്മയ്ക്ക് ഒരു കമ്പനി കൊടുക്കാമെന്ന് അവൾ പറഞ്ഞെന്ന്. ഒന്ന് പോടാ, അവൾ അങ്ങനെ പറയില്ല. സത്യമായിട്ട് അവൾ അങ്ങനെ പറഞ്ഞമ്മേ. അമ്മ ഏതെങ്കിലും രീതിയിൽ ആ കാര്യം
കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാനിതൊക്കെ കേട്ട് ഞെട്ടിപ്പോയി മാഡം. അവനങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെല്ലുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ മോളെ വിളിച്ച് ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മേ, ഞങ്ങളെല്ലാം തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങുള്ളൊരു ജീവിതമാണ്. വ്യത്യസ്തമായ ഇഷ്ടങ്ങളാണ് എല്ലാവരുടേതും. എല്ലാം മനസ്സിലാക്കുന്ന ആളുകളല്ലേ നല്ലത്. അല്ലാതെ മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ജീവിതത്തിൽ നടക്കുമോ? ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. ഇനിയെങ്കിലും അമ്മയുടെ ജീവിതം ജീവിച്ചു തീർക്കൂ. മൂരാച്ചിയായ അച്ഛൻ ഒരു കോണിക്കിരിക്കട്ടെ എന്ന് അവൾ എന്നോട് പറഞ്ഞു. ഒന്ന് പോടി, തോന്നിയാസം പറയാതെ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അമ്മേ, ശരിക്കും ഓരോ മനുഷ്യർക്കും ഓരോ ഇഷ്ടമുണ്ട്. അങ്ങയുടെ ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും ഇതേപോലുള്ള ഏജുള്ള രൂപഭാവങ്ങളുള്ള ഒരാളാണ്. ബാക്കിയുള്ള അയാളുടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എൻ്റെ ഇഷ്ടങ്ങളും വേറെയാണ്, എൻ്റേതും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ പല വേഷം കിട്ടുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ തന്നെയാണ്. എങ്കിലും അമ്മ മാറിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഗുണമുണ്ടാകും. ഇവിടെ മകൾ അനുവദിച്ചെന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനും നല്ല താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുക, ഇല്ലെങ്കിൽ എന്നോട് ഈ കാര്യം പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ഭർത്താവും തമ്മിൽ യാതൊരു പ്രോബ്ലമില്ല. ഞങ്ങളുടെ കാര്യം അമ്മ ശ്രദ്ധിക്കുകയും വേണ്ട, അച്ഛനെ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. എനിക്കാദ്യമൊക്കെ വല്ലാത്ത നൊമ്പരങ്ങളും പ്രശ്നങ്ങളുമായിരുന്നു. മരുമകൻ എന്നെ കാണുമ്പോഴേക്കും ഒന്ന് നോക്കും, കളിയാക്കി പറയും, മമ്മ യെസ് ഓർ നോ. ഞാനൊന്നും മിണ്ടില്ല, ഒന്ന് പോടെ ഇറക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചാടിച്ചു വിടും. അങ്ങനെയായി ഇടയ്ക്ക് അവനോട് പറഞ്ഞു, സീരിയസ് ആയിട്ടൊരു ആൻസർ പറയാനുള്ള സമയമായെന്ന്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മധുര പ്രതികാരം എനിക്ക് വേണം തോന്നി. എന്തായാലും ആരെയും ബാധിക്കുന്ന കാര്യമല്ലോ. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോടൊരു ദിവസം യെസ് എന്ന് പറഞ്ഞു. മോനെ ട്യൂഷന് പറഞ്ഞു വിട്ട് സമയത്ത് വേണം വരാമെന്ന് അവനോട് പറഞ്ഞിരുന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ പൊക്കിയെടുത്ത് ഒന്ന് വട്ടം കറക്കി. നീ എന്തായി കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഇതൊക്കെയാണമ്മേ ജീവിതത്തിലെ രസമെന്ന്. പക്ഷേ അന്നവൻ ശരിക്കും ഞാൻ പുതുതായി ഒരു ജന്മത്തിലേക്ക് വന്നതാണോ എന്ന് പോലും തോന്നിപ്പോയി. എൻ്റെ യൗവനം തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു എനിക്ക്. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ ഞാൻ തിരിച്ചറിഞ്ഞു. ഓർക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അയാൾ എത്ര നല്ലവനാണെങ്കിലും എത്ര സ്നേഹമുള്ളവനാണെങ്കിലും ഇതുപോലൊരു സ്നേഹം അയാളുടെ പക്കലില്ല. സ്നേഹം കൂടുതലാകുമ്പോൾ നമുക്കൊരിക്കലും വേണ്ടാന്ന് വെക്കാനാവില്ലല്ലോ. എന്തായാലും അവൻ 2 മണിക്കൂറിനുള്ളിൽ അവിടെ ഒരു സ്നേഹമഴ പെയ്ച്ചിട്ട് തിരിച്ചുപോയി. സത്യം പറഞ്ഞാൽ എനിക്ക് 3-4 ദിവസത്തേക്ക് നടുവിന് നല്ല വേദനയുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിലെ മധുരതരമായ വേദനയാണ് അതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിഗൂഢമായി എൻ്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യുന്നത് പോലെ ഞാൻ ഇതെല്ലാം ആസ്വദിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ 2 പേരുമാണ് കൂടുതൽ ഹാപ്പി. മകളുടെ ലോകത്ത് ബിസിയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ഭർത്താവ് ഒന്നും അറിയാതെ ഇവിടെ ഞങ്ങളെല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഈ കഥ കേൾക്കുമ്പോൾ മാഡം ഓർക്കും, ഇതൊന്നും ഹാപ്പിയല്ല, സദാചാര വിരുദ്ധമാണ്, ക്രിട്ടിസൈസ് ചെയ്യണമെന്നൊക്കെ. എന്നാലും മാഡം ഒന്ന് വായിക്കണം. മാഡത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സദാചാര വിരുദ്ധം അല്ലെങ്കിൽ ഇത് ശരിയാണ് തെറ്റാണെന്നൊക്കെ പറയാൻ നമുക്ക് ആവും. എന്നാലും ഞാൻ ഒരു കാര്യം പറയണം, ഇവിടെ ആർക്കും സത്യം പറഞ്ഞ ഒരു ദ്രോഹവും ഇല്ലാതെ നടത്തുമ്പോഴേക്കും നമ്മൾ അതിനെ കയറി ആവശ്യത്തിൽ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ടും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടും അവർക്കിടയിൽ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ മറ്റൊരാൾക്ക് അനുകരിക്കാവുന്ന കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. നിങ്ങളുടെ മോളെയും മരുമകനെയും പോലെയുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ ജീവിതത്തിൽ ഒരതിരുമില്ലാതെ ജീവിതം ആസ്വദിക്കും. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സദാചാരപരമായി നല്ലതായിരിക്കില്ല. നിങ്ങളുടെ ഭർത്താവിനെ ഇപ്പോൾ ഒരു ഭർത്താവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എപ്പോഴും വിഷമവും പ്രശ്നങ്ങളൊക്കെ മാത്രമായിരിക്കും. അപ്പോൾ നമുക്കതിനെ ആവശ്യത്തിൽ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒത്തുവന്നൊരവസരം അത് നിങ്ങൾ ജീവിച്ചു പോകുന്നു. അത് നിങ്ങൾ കിട്ടിയ ഭാഗ്യമായിട്ട് കരുതാം.